ഗോൾഡൻ ഫുട് പ്രിൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് മോൺസിഞ്ഞോർ ചെറിയാൻ കാഞ്ഞിരക്കൊമ്പിൽ അച്ഛനെക്കുറിച്ചാണ്. അച്ഛൻ അറിയപ്പെടുന്ന ഒരു ബൈബിൾ പണ്ഡിതനാണ്. POC ബൈബിൾ വിവർത്തനം നടത്തിയപ്പോൾ അതിലെ 3 ചീഫ് എഡിറ്റേഴ്സിൽ ഒരാളായിരുന്നു അച്ഛൻ. അച്ഛൻ്റെ 56 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ നാട്ടിലും വിദേശത്തുമായി പല ഇടവകകളിൽ അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആലുവ മംഗലപ്പുഴ സെമിനാരിയുടെ റെക്ടറായും സീറോ മലബാർ സഭയുടെ റോമിലെ പ്രൊക്രേറ്ററായും കോതമംഗലം രൂപതയുടെ വികാരി ജനറലായും അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ശാന്തിനിലയം പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുന്ന അച്ഛൻ്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. സ്തുതിയായിരിക്കും. സാധാരണയായിട്ട് നമ്മളൊരു ഇന്റർവ്യൂ ആരംഭിക്കുന്നത് കുട്ടിക്കാലത്തേക്ക് കുറിച്ചൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ ഇന്നിപ്പം ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ കളർഫുൾ ആയിട്ടാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട് തന്നെ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു അസിസ്റ്റന്റ് വികാരിയായിട്ട് തുടങ്ങി, പിന്നീട് കത്തീഡ്രൽ പള്ളിയുടെ വികാരി, പിന്നീട് ആലുവ സെമിനാരി റെക്ടർ, പിന്നെ പ്രൊക്യുറേറ്റർ, പിന്നെ വികാരി ജനറൽ. എനിക്ക് തോന്നുന്നു ഇതൊരു വികാരി ജനറലിന് ലഭിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു പദവിയുടെ അംഗീകാരമായിട്ട് ധരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു വസ്ത്രമാണ്. ഇത് വികാരി ജനറലുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ തന്നെ നമ്മുടെ തുടക്കം ഗംഭീരമായി. ഞാൻ കർദിനാൾ വർക്കി വിധേയത്തിൽ പിതാവിന്റെ പ്രൊക്യുറേറ്ററായിട്ട് 2-3 കൊല്ലം റോമിലുണ്ടായിരുന്നു. അപ്പൊ അതിനോടനുബന്ധിച്ച് വർക്കി പിതാവ് തന്നെ റിക്വസ്റ്റ് ചെയ്ത് മാർപ്പാപ്പ തന്നൊരു മോൺസിഞ്ഞോർ സ്ഥാനമാണ്. ആഗോള സഭയുടെ തന്നെ വലിയൊരു അംഗീകാരം നമുക്ക് കിട്ടി എന്നുള്ള ഒരു സന്തോഷം. ഇനിയിപ്പം തീർച്ചയായിട്ടും കുട്ടിക്കാലത്തെ കുറിച്ചൊക്കെ ചോദിക്കായിരിക്കും. കുട്ടിക്കാലം ജനിക്കാതെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ജനനവും വളർച്ചയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞാൽ ഇതുവരെ എത്തിച്ചത് തമ്പുരാന്റെ കരങ്ങളെന്ന് മാത്രമേ എനിക്ക് ആത്യന്തികമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ദൈവാനുഗ്രഹത്താൽ സാമാന്യ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിട്ട് ജനിച്ചു. ഉത്തമരായ മാതാപിതാക്കള്. കോലടി എന്ന് പറയും, വഴിത്തല മാറികയൊക്കെ അടുത്ത് മാറിക ഫൊറോനയിൽപ്പെട്ടതാണ്. ഞങ്ങള് 7 സഹോദരങ്ങളായിരുന്നു. 5 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും. എനിക്ക് തമ്പുരാൻ തന്ന ഒരു പ്രത്യേക അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് പഠനം ഒരു പ്രശ്നമായിരുന്നില്ല. വളരെ എല്ലാ ക്ലാസ്സിലും തന്നെ മിക്കവാറും ടോപ്പ് ആയിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് ആയിട്ട് പഠിക്കാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ SSLCക്ക് എൻ്റെ ബാച്ചിൽ ഞങ്ങൾക്ക് 3 പേർക്കാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്. ആ 3 പേരിൽ ഞാൻ അച്ഛനായി. വേറെ ഒരു സിസ്റ്റർ, അഡറേഷൻ സിസ്റ്ററാണ്, സിസ്റ്റർ ആർക്കേഞ്ചൽ എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തി നമ്മുടെ തീഹാർ ജയിലിൽ ദീർഘകാലം സർവീസ് ചെയ്തതാണ്. അന്ന് അച്ഛന് വൈദിക വൃത്തിയിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം കുഞ്ഞിലെ ഉണ്ടോ? അതോ എനിക്ക് വാസ്തവത്തില് ഈ ഈശോസഭക്കാരിങ്ങനെ സ്കൂളിൽ വന്ന് ബെസ്റ്റ് സ്റ്റുഡൻസിന്റെ അഡ്രസ്സൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോയി അവർ വല്ലപ്പോഴും ഒക്കെ ഓരോ പുസ്തകമൊക്കെ അയച്ചു തരുമായിരുന്നു. പിന്നെ നമ്മുടെ CST ഫാദേഴ്സുമായിട്ട് അവർ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പിന്നെ CMI എൻ്റെ കുടുംബത്തിൽ തന്നെ ഒരു വല്യച്ഛനുണ്ടായിരുന്നു, ഫാദർ അബുന്തിയോസ്. അദ്ദേഹം എൻ്റെ ഗ്രാൻഡ് ഫാദറുമായിട്ട് അവർ കസിൻസാണ്. അപ്പോൾ ഞാൻ മിക്കവാറും ആ ലൈനിൽ പോകുമെന്ന് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏതായാലും ഈ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ച് അന്നത്തെ എൻ്റെ വികാരിയച്ഛനൊരു പ്രായമായ അച്ഛനാണ്, വട്ടക്കുന്നും പുറത്തച്ഛൻ എന്ന് പറഞ്ഞു. അപ്പോൾ SSLC പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എന്നാണ് അതിൻ്റെ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പള്ളിയിലെ സൊഡാലിറ്റിയുടെ ലീഡറും ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകുമെന്നുള്ള കാര്യം അവർക്ക് ഏകദേശം അറിയാം. എനിക്കങ്ങനെ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നതുകൊണ്ട് നീ ആ മൈനസ് മിനിറ്റിലേക്ക് ഒരു അപേക്ഷ അയക്കാൻ പറഞ്ഞ് അച്ഛൻ തന്നെ ഇംഗ്ലീഷിൽ ഒരു ആപ്ലിക്കേഷൻ അയച്ചു. അച്ഛൻ എഴുതി തന്നു. ഞാനത് എൻ്റെ കൈപ്പിടെ പകർത്തി അന്ന് തന്നെ പോസ്റ്റ് ചെയ്തു. അത് കോതമംഗലത്ത് ചെന്ന് പിന്നെ അവിടെ അഡ്മിഷൻ വാസ് നോ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് പിന്നെ മംഗലപ്പുഴയ്ക്കാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. അവിടെ ഫിലോസഫി 3 കൊല്ലം കർമ്മലഗിരിയിൽ, 4 കൊല്ലം മംഗലപ്പുഴ സെമിനാരിൽ. അന്ന് നമ്മുടെ മങ്കുഴിക്കുരി പിതാവ് ആണ് ഞങ്ങളുടെ ഫാദർ പ്രീഫെക്റ്റായിട്ട് തുടങ്ങിയത്. സെക്കൻഡ് ഇയർ തിയോളജിയിൽ വന്നപ്പോൾ അന്നത്തെ ഒരു ഉറുമ്പിക്കലച്ഛൻ, ചങ്ങനാശ്ശേരിക്കാരൻ അച്ഛനാണ്,
അച്ഛനാണ് സെക്കൻഡ് ഇയറിൻ്റെ ഫാദർ പ്രീഫെക്റ്റ്. അപ്പോൾ അതിനകത്ത് എന്നെ ബ്രദർ പ്രീഫെക്റ്റായിട്ട് ശരി. അച്ഛൻ സെലക്ട് ചെയ്തു. പിന്നെ ആ സെമിനാരി കാലത്ത് എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് POCയുടെ സ്ഥാപനവും ആയിട്ട് ബന്ധപ്പെട്ട് അന്ന് കണ്ണത്തച്ഛനവിടെ സെമിനാരിലെ സ്റ്റാഫിലായിരിക്കുമ്പോഴാണ് ഈ POCയുടെ ആശയം അദ്ദേഹം രൂപീകരിച്ച് അവിടെ മംഗലപ്പുഴത്തെ ആ സക്കറിയാസ് മെമ്മോറിയൽ ബിൽഡിംഗ് എന്നും പറഞ്ഞ ആ റോഡരികിലുള്ള ആ കവലയ്ക്കലുള്ള ഒരു അവിടെയാണ് ഇത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് അതിൽ സഹകരിച്ചു. അച്ഛനും സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മംഗലപ്പുഴയിൽ നിന്ന് ഈ POC മഞ്ഞിമേലെ അവരുടെ ഒരു റിട്രീറ്റ് സെൻറ്ററിലേക്ക് ആശ്രമത്തിൻ്റെ അടുത്തുള്ള അങ്ങോട്ട് മാറ്റി. അവിടെ അന്ന് പുതിയ കാറ്റഗിസം ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കുന്ന പല ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ അസിസ്റ്റ് ചെയ്തും പിന്നീട് അത് ഞാൻ സെമിനാരിലെ ഈ POCയിലെ തർജ്ജമയ്ക്കൊക്കെ ആയിട്ട് ഇതെല്ലാം പട്ടം കിട്ടുന്നതിന് മുമ്പ് അങ്ങനെ ആ രീതിയിലൊക്കെ വളർന്നു. പട്ടമൊക്കെ കിട്ടി. 69 ഡിസംബറിലായിരുന്നു പട്ടം കഴിഞ്ഞ് അന്ന് സെമിനാരി കോഴ്സ് തീരുന്നില്ല ഡീക്കൻസിൻ്റെ, മാർച്ചിലേ തീരുള്ളൂ. പട്ടം നേരത്തെ കിട്ടുന്നുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാം വീണ്ടും സെമിനാരിലേക്ക് പുത്തം കുർബാനയും പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് സെമിനാരിലേക്ക് വന്നു. പിന്നെ അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേകത, നമ്മളുടെ CBCIയുടെ മീറ്റിംഗ് എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. സെൻറ്റ് തെരേസാസ് കോളേജിലായിരുന്നു അത് നടന്നിരുന്നത്. അപ്പോൾ CBCIയിലെ മെമ്പേഴ്സിനെല്ലാം കൂടി കർദിനാൾ വലേരിയൻ ഗ്രേഷ്യസ്, അദ്ദേഹം അതിൻ്റെ പ്രസിഡന്റ്, പിന്നെ മറ്റ് ബിഷപ്സിനെല്ലാം കൂടെ ഞങ്ങൾ സെമിനാരിയിലൊരു സ്വീകരണം നൽകി. ഇപ്പോഴത്തെ ആ ഡീക്കൻസ് ബ്ലോക്കിൻ്റെ ഫ്രണ്ടിൽ എല്ലാം അലങ്കരിച്ച് അവിടെ ബിഷപ്സും കാർഡിനൽ ഗ്രേഷ്യസ് ആയിരുന്നു അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നത്. എന്നിട്ട് അന്ന് സ്റ്റുഡൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്നെയാണ് നിയോഗിച്ചത്. അപ്പം ഞാൻ അന്നത്തെ വത്തിക്കാൻ കൗൺസിലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്ത് ഭംഗിയായിട്ടൊരു പ്രസംഗം ഇംഗ്ലീഷിൽ നടത്തി. അത് കഴിഞ്ഞ് കാർഡിനൽ ഗ്രേഷ്യസ് പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ, ഇഫ് ദിസ് സെമിനറി കുഡ് പ്രൊഡ്യൂസ് പ്രൈസ് ഓഫ് ദിസ് കാലിബർ ദെൻ ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്സ് എക്സിസ്റ്റൻസ്. അതെനിക്കൊരു വലിയ കോംപ്ലിമെന്റ് അങ്ങനെ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി. പിന്നെ അങ്ങനെ സെമിനാറിലെ കോഴ്സുകളും കഴിഞ്ഞിട്ട് ഞാൻ കത്തീഡ്രലിലേക്ക് വികാരിയായിട്ട് വന്നു, കോതമംഗലം. അന്നേരമാണ് അസിസ്റ്റന്റ് വികാരിയായിട്ട്. പിന്നെ വികാരിയായിട്ട് ഏറ്റവും അവസാനത്തെ പരിപാടി അവിടെയാണ്. അതെ, അത് റെക്ടർ ആയതിനു ശേഷം വന്നതായിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ അവിടെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയത് നിർമ്മല ഹൈസ്കൂൾ ബോർഡിങ്ങിലേക്കാണ്. ബോർഡിങ്ങിലെ വാർഡനായിട്ട് കുന്നംകൊട്ടച്ചൻ്റെ കീഴിൽ. അതും എൻജോയ്ഡ് ഇറ്റ്. 100-120 പിള്ളേരുണ്ടായിരുന്നു ഞങ്ങളുടെ ബോർഡിങ്ങിൽ, പാലക്കാട് മുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന്. അന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസൊക്കെ വളരെ റെയറാണല്ലോ. ഇവിടെ ഞങ്ങളുടെ നിർമ്മല സ്കൂളുണ്ട്, തൊടുപുഴ ഡീപോൾ സ്കൂളുണ്ട്, പിന്നെ ഇങ്ങോട്ട് പോയാൽ കിഴക്കമ്പലത്ത് ഒരു യാക്കോബായക്കാരുടെ, അങ്ങനെയൊക്കെ ചുരുക്കം ചില സ്കൂളുകളേ ഉള്ളൂ. അപ്പോൾ നിർമ്മല സ്കൂൾ അന്നും വളരെ ഫേമസ് ആയിട്ട് എല്ലായിടത്തും അറിയുന്നത്. അതുകൊണ്ട് പാലക്കാട്ട് നിന്നുമൊക്കെ സ്റ്റുഡൻസ് വന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ദാറ്റ് വാസ് നല്ലൊരു ഫോർമേഷൻ കൊടുക്കാനായിട്ട് സാധിച്ചു. ആ പിള്ളേരൊക്കെ ഇപ്പോഴും ചിലരൊക്കെ എന്നെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ബൈബിൾ തർജ്ജമയ്ക്ക് വേണ്ടിയിട്ട് തർജ്ജമയുടെ സമയത്ത് ഞങ്ങൾ POCന്ന് ഓരോ ആഴ്ചയിലും ആ ഒരാഴ്ച ചെയ്യുന്ന തർജ്ജമയുടെ കടലാസുകളൊക്കെ ആയിട്ട് SP കോളേജിൽ അന്ന് നമ്മുടെ KVR പൈ സാറുണ്ടായിരുന്നു, പിന്നെ ജോസഫ് അഞ്ചനാട്ട്, ഇവർ 2 മലയാളം പ്രൊഫസേഴ്സാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഇതും കൊണ്ടുപോയി അവിടെ പോയിരുന്ന് അവരുമായിട്ട് ഈ കറക്ഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് ടെക്സ്റ്റ് ഫൈനലൈസ് ചെയ്ത് പോരുന്നത്. അപ്പോൾ ചില ആഴ്ച ഞാൻ പോവും, ചിലപ്പോൾ കാര്യമറ്റച്ചൻ പോവും, ചിലപ്പോൾ വടക്കുംപാടനച്ചൻ പോവും. ഞങ്ങൾ മാറി മാറി ഇങ്ങനെ. ആ സമയത്ത് POC ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഈ POC എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ഒരു സെന്റർ ആയിട്ടാണ് നമ്മൾ എല്ലാ റീത്തുകളിലും കേരള സഭയുടെ തന്നെ. അപ്പൊ അവിടെ പ്രവർത്തിക്കാനും, അത് മാത്രമല്ല എനിക്കൊന്ന് ഒരു POC ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ ചീഫ് എഡിറ്റേഴ്സ് ആയിട്ട് ബൈബിളിന്റെ തർജ്ജിമയെ പറ്റി ആ ഒരു എക്സ്പീരിയൻസ് അച്ഛനൊന്ന് ഷെയർ ചെയ്യാവോ? നമ്മളെല്ലാം വായിക്കുന്ന POC ബൈബിൾ ആണല്ലോ, അപ്പൊ അതിന്റെ തർജ്ജിമയില് മുഖ്യ സ്ഥാനം വഹിക്കാന്ന് പറയുന്ന വലിയൊരു കൃപയാണല്ലോ. ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ലൈസൻഷിയേറ്റ് കഴിഞ്ഞു. ലൈസൻഷിയേറ്റും കഴിഞ്ഞ് ഞങ്ങൾക്ക് ഡോക്ടറേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാൻഡിഡേസി ടു ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഡോക്ടറേറ്റ് ചെയ്യാൻ അർഹനാണെന്നുള്ളതിൻ്റെ ഒരു
എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിന് നമ്മളൊരു ചെറിയ പേപ്പറൊക്കെ എഴുതി അത് ഡിഫെൻഡ് ചെയ്ത് അങ്ങനെ നമ്മളെ ആ കാലിബർ തെളിയിക്കണം. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ പിതാവിൻ്റെ, പുന്നക്കോട്ട് പിതാവാണെന്ന് ഈ ബൈബിൾ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ പിതാവിനെ എന്നെ അറിയാവുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ബ്രേക്ക് എടുത്ത് അവിടുന്ന് ഞാൻ പോരാമോ എന്ന് ചോദിച്ചു ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇവിടെ POCയിലേക്ക് വന്നു. ഇവരുടെ കൂട്ടത്തിൽ വടക്കുംപാട്ടനച്ഛനായിരുന്നു ഞങ്ങളുടെ ഹെഡായിട്ടുണ്ടായിരുന്നത്. പിന്നെ കാര്യമറ്റച്ഛനും ഞങ്ങൾ 3 പേരും കൂടെയാണ് അപ്പോൾ പല പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ പലരെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ RSV ആണ് ബേസിക് ടെക്സ്റ്റായിട്ടന്ന് ഉപയോഗിച്ച് തർജ്ജമ ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ആ തർജ്ജമ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ ഹീബ്രു, ഗ്രീക്ക് ടെക്സ്റ്റുകൾ ഞങ്ങൾ വെരിഫൈ ചെയ്ത് അതും കൂടെ വെച്ച് ലാംഗ്വേജ് എക്സ്പേർട്സുമായിട്ട് ഓരോ സെൻറ്റൻസും ഡിസ്കസ് ചെയ്താണ് ടെക്സ്റ്റ് ഫൈനലൈസ് ചെയ്യുന്നത്. അങ്ങനെ ആ ഫൈനലൈസ് ചെയ്ത ടെക്സ്റ്റും കൊണ്ടാണ് ഈ പറഞ്ഞ ചങ്ങനാശ്ശേരിക്ക് പോയിരുന്നത്. KVR പൈസാർ മറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്ത് മലയാള ഭാഷയിൽ വേറെ ആരുമില്ല. അപ്പം അതിനകത്ത് ഈ SSL എന്നാണ് POC ബൈബിളിലുള്ളത്. എന്ന് പറഞ്ഞാൽ സാക്രേ സ്ക്രിപ്തൂരെ ലിസൻഷ്യ, ലൈസൻഷ്യേറ്റ് ഇൻ സേക്രഡ് സ്ക്രിപ്ചർ എന്നാണ് ആ ഡിഗ്രിയുടെ. അത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഡോക്ടറേറ്റ് വരുമ്പോഴത്തേക്കും അത് ഇത് ഡോക്ടറേറ്റ് വേറെ. അതെ, അച്ഛൻ PhD എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് എനിക്ക് ഡോക്ടറേറ്റ് ആയിട്ടില്ല. അപ്പൊ അതിനെപ്പറ്റി തമാശ ഉണ്ടോ ഒത്തിരി. ഞാനിങ്ങനെ വല്ല ക്ലാസ് എടുക്കാനായിട്ടൊക്കെ ചില സ്കൂളുകളിലോ അല്ലെങ്കിൽ ഇടവകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുമല്ലോ. അച്ഛന്റെ ആ ഡിഗ്രി എന്നതാ SSL പരിചയമില്ലാതെ. അപ്പൊ ഞാൻ തമാശയായിട്ട് പറയേ, മക്കളെ അന്ന് ഞാൻ SSLC പാസ്സായിട്ടില്ലായിരുന്നു, കാരണം C കിട്ടിയില്ല, SSL വരെ ആയിരുന്നു. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ പിന്നെ അപ്പൊ ഞങ്ങൾ 3 പേരിങ്ങനെ തർജ്ജമ ചെയ്തതില് പിന്നെ അതിന്റെ അവിടെ കാക്കനാട്ട് നമ്മുടെ ഒരു ഗവൺമെന്റ് പ്രസ് ഉണ്ടല്ലോ, അവിടെയാണ് പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രിന്റ് ചെയ്യുന്ന ഫോംസ് എല്ലാം കൂടി നമ്മൾ മാന്നാനത്ത് കൊണ്ടുപോയി അവിടെയാണ് ബൈൻഡിങ് നടക്കുന്നത്. അപ്പോൾ അവിടെ തൊഴിലാളി പ്രശ്നം ഉണ്ടെന്നത്തെ അവിടെ ഒരു വീട്ടിൽ വെച്ചാണ് ഇത് മടക്കുന്നത്. ഫോൾഡ് ഇത് പേപ്പറെല്ലാം മടക്കി കഴിഞ്ഞിട്ട് അവിടുന്ന് ആ കെട്ടുകളുമായിട്ട് മാന്നാനത്ത് കൊണ്ട് കൊടുത്ത് അവരവിടെ ബൈൻഡ് ചെയ്ത്, അങ്ങനെയാണ് ആദ്യത്തെ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ ഈ തൊഴിലാളി പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കയറ്റി ഇറക്കാനായിട്ട് ഇവര് സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ ഉടമസ്ഥന് ചെയ്യാമല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ഡ്രൈവറും കൂടി POCയുടെ ഒരു ടെമ്പോ വാനുണ്ട്, അവനെടുത്ത് തരും, ഞാൻ അതിനകത്തേക്ക് പാക്ക് ചെയ്യും. അങ്ങനെയൊക്കെ പല പ്രാവശ്യവും ലോഡിങ് ആൻഡ് അൺലോഡിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നല്ലൊരു ചലഞ്ചായിട്ട് എടുത്ത് കാര്യങ്ങൾ നടത്തി അങ്ങനെ അങ്ങ് പോന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ POC ബൈബിൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും റോമിലേക്ക് പോയി എൻ്റെ ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്ത് 88 തിരിച്ചു വന്നു. ഈ കാലഘട്ടത്തിലെല്ലാം ഞാൻ മംഗലപ്പുഴ സെമിനാരിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് POCയിലായിരുന്നപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമൊക്കെ. ഞാൻ ബൈബിൾ, എൻ്റെ ബൈബിൾ ഡോക്ടറേറ്റ് ആണ്. പിന്നെ അത് തർജ്ജമ ചെയ്യുമ്പോഴും അതിൻ്റെ ടെക്സ്റ്റ് മുഴുവൻ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അതും ഒരു പഠനത്തിനും സഹായിച്ചു. അപ്പോൾ അങ്ങനെ ഡോക്ടറേറ്റ് കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ട് ഞാൻ ഞങ്ങളുടെ ജീവജ്യോതി രൂപതയുടെ പാസ്റ്റർ സെന്റർ അതിൻ്റെ ഡയറക്ടറായിട്ടാണ് എനിക്ക് ഇവിടെ അപ്പോയിൻമെന്റ് കിട്ടുന്നത്. പിന്നെ രൂപതയിലെ ഈ ഫാമിലി എപ്പിസ്റ്റലേറ്റ്, അമ്മമാരുടെ മാതൃസംഘം, ഇതിൻ്റെ എല്ലാം ഡയറക്ടറായിട്ടും കൂടെ എനിക്ക് നിയോഗം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മൂവാറ്റുപുഴയുള്ള പ്രസ് മാർ മാത്യൂസ് പ്രസ്, അതിൻ്റെ മാനേജരും. അപ്പോൾ അത്യാവശ്യത്തിന് ജോലികൾ ഉണ്ടായിരുന്നു. ജീവജ്യോതിയിലായിരിക്കുമ്പോൾ അവിടെ റെഗുലറായിട്ട് പ്രീ മാരേജ് കോഴ്സസ് നടത്താറുണ്ടായിരുന്നു. അത് പിന്നെ അന്ന് ഹൈറേഞ്ച് എല്ലാം ഉൾപ്പെടെയുള്ള സ്ഥലമാണ്. കോതമംഗലം ഇടുക്കി രൂപത വന്നിട്ടില്ല, വലിയ ഏരിയയല്ലേ. ഇടുക്കി രൂപതയൊക്കെ അന്ന് കോതമംഗലത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇടുക്കിയിലൊക്കെ പല പ്രധാനപ്പെട്ട ഇടവകളിലും അവിടെ വെച്ച് തന്നെ പ്രീ മാരേജ് കോഴ്സ് നടത്തും. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ടീം അങ്ങോട്ട് പോയിട്ട്, അന്ന് ഒരു വെഹിക്കിൾ പോലും ഇല്ല, ട്രാൻസ്പോർട്ട് ബസ്സിനൊക്കെ രാവിലെ കയറി അങ്ങ് പോയി അവിടെ ചെന്ന് ക്ലാസ്സും ഒക്കെ എടുത്ത് അവിടെ 1-2 ദിവസം സ്റ്റേ ചെയ്ത്, അങ്ങനെ ഹൈറേഞ്ചിലെ ഒരു പല പള്ളികളിലും അങ്ങനെ സന്ദർശിക്കാനും കൂടി ഒരു അവസരം കിട്ടി. പിന്നെ ഈ പറഞ്ഞതുപോലെ അമ്മമാരുടെ മീറ്റിങ്ങിനും ഒക്കെ ചുരുക്കമായിട്ട് അവിടെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അതും ഒരു നല്ലൊരു റിച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും എനിക്ക് അന്ന് അതിൻ്റെ ജൂബിലി വർഷം കൂടെയാണ്, സിൽവർ ജൂബിലിയുടെ വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് എന്തോ
ഒരു ഇടവക എനിക്ക് അങ്ങനെ കിട്ടി. ആദ്യമായിട്ട് ഒരു ഇടവക കിട്ടുന്നത് മൂവാറ്റുപുഴ പള്ളി. മൂവാറ്റുപുഴ പള്ളിയിലെ വികാരിയായിട്ട് വന്നു. മൂവാറ്റുപുഴ ഞാനായിരിക്കുമ്പോൾ അന്നത്തെ ഒരു 900-ലധികം വീടുകളുണ്ട് മൂവാറ്റുപുഴ ഇടവകയിൽ. എല്ലാ വീടുകളും ഞാൻ സന്ദർശിച്ചു. അത് അപ്പം അവർ 8-10 വർഷമൊക്കെ ആയിട്ട് ഒരു അച്ഛൻ കയറി ചെല്ലാത്ത വീടുകളുണ്ടായിരുന്നു. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മസ്റ്റായിരുന്നു ആളുകളെ അറിയുക. അതനുസരിച്ച് അതുകൊണ്ട് ഐ എൻജോയ്ഡ് ദ സ്റ്റേ. ആളുകൾക്കും താല്പര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഈ പറഞ്ഞ പോലെ മംഗലപ്പുഴ സെമിനാരിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഈ പറഞ്ഞ ഡീക്കൻസിൻ്റെ ഫാദർ പ്രിവിറ്റായിട്ടും കൂടെ എന്നെ അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ വന്ന കാലഘട്ടത്തിലാണ് അന്ന് വലിയപ്രത്തച്ഛനാണ് റെക്ടർ. വലിയപ്രത്തച്ഛനാണ് റെക്ടർ. നമ്മുടെ പാമ്പ്ളാനി പിതാവൊക്കെ ഞാൻ അവർ ഡീക്കണായിരിക്കുമ്പോൾ അവരെൻ്റെ കീഴിലായിരുന്നു, പാമ്പ്ളാനി ബിഷപ്പൊക്കെ. അത് കഴിഞ്ഞിട്ട് 2000-ൽ ഞാൻ റെക്ടറായി. അത് കഴിഞ്ഞിട്ട് പക്ഷേ അതുവരെ 3 വർഷം വെച്ചായിരുന്നു. കാരണം സെമിനറി ലാറ്റിൻ സുറിയാനി ഒരുമിച്ചായിരുന്നല്ലോ. അപ്പോൾ 3 വർഷം ഒരാൾ റെക്ടറായി. അടുത്ത വർഷം വേറൊരു റീത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു സുറിയാനിക്കാരനാണെങ്കിൽ പിന്നെ ഒരു ലത്തീൻകാരൻ, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സെമിനറി ഡിവൈഡ് ചെയ്ത് സീറോ മലബാറിന് വേണ്ടിയിട്ട് മംഗലപ്പുഴയും കർമ്മലഗിരി ലാറ്റിൻസിനുമായിട്ട് അങ്ങ് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഞാൻ റെക്ടറാകുന്നത്. അപ്പോൾ അന്നേരം ഞാൻ ബിഷപ്സിനോട് വർഗീയ പിതാവാണെന്ന് നമ്മുടെ ഹെഡായിട്ടുള്ളത്. അപ്പം ഞാൻ പിതാവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് കുറച്ച് ബിഷപ്സിനോട് സംസാരിക്കാനുണ്ട്, എനിക്ക് സിനഡിലും ഒരു വാക്ക് പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ അവരെ സിനഡിൽ വിളിച്ചു. ഞാനപ്പോൾ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഈ 3 വർഷം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാലഘട്ടമാണ്. പിള്ളേരെയൊക്കെ ഒന്ന് അറിഞ്ഞു വരുമ്പോഴത്തേക്കും 2 വർഷം കഴിഞ്ഞു, പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. തന്നെയല്ല അവിടെ അന്ന് മംഗലപ്പുഴ ഫിലോസഫി സെക്ഷൻ കാർമലഗിരി ആയിരുന്നല്ലോ. ആ കാർമലഗിരിയിലുണ്ടായിരുന്ന സുറിയാനി പിള്ളേരെയെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 സ്ഥലത്തായിട്ടാണ് ഇവരെ അക്കോമഡേറ്റ് ചെയ്തിരുന്നത്, അവരുടെ ഡോർമെട്രിയും കാര്യങ്ങളും എല്ലാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിസിപ്ലിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവർക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് ടേം ഓഫ് ഓഫീസ് 5 വർഷമായിട്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് 5 വർഷം അവർ വന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോട്ടയം സെമിനാരിലും മംഗലപ്പുഴ എല്ലായിടത്തും 5 വർഷമാണ് റെക്ടറുടെ സ്ഥാനം. തുടക്കം കുറിച്ചു. അതെ. അപ്പോൾ എന്നിട്ട് ഞാൻ ആ ഇപ്പോഴത്തെ ഫിലോസഫി സെക്ഷൻ പണിയിപ്പിച്ചത് ഞാനാണ്. അങ്ങനെ കാര്യങ്ങൾ ഒന്ന് ഓർഗനൈസ് ചെയ്തെല്ലാം. പിന്നെ കിച്ചണിലൊക്കെ ആണെങ്കിലും ഈ സ്റ്റീം കുക്കിംഗ് പരിപാടിയൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് കുക്കിംഗ് വളരെ എളുപ്പമായി. പറഞ്ഞാൽ ചൂടുവെള്ളം ഒരു സോളാർ പാനലൊക്കെ പിടിപ്പിച്ച് ഏതാണ്ട് ഒരു 60 ഡിഗ്രി ചൂടിൽ ആണ് നമുക്ക് ഈ ബോയിലറിലേക്ക് കിട്ടുന്നത്. അപ്പോൾ കുറച്ച് തീ കൊടുത്താൽ മതി, പെട്ടെന്ന് എന്നിട്ട് ആ സ്റ്റീമിലാണ് വാസ്തവത്തില് ഇതൊക്കെ വേവുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് വേവിക്കാൻ സാധിക്കും. ഇഡ്ഡലി മറ്റിയൊക്കെ സെമിനാരിൽ 100-400 പിള്ളേരല്ലേ ഉള്ളേ, എത്ര ഇഡ്ഡലി ഉണ്ടെങ്കിലാ. അപ്പോൾ ഇത് ഒരു 160 ഇഡ്ഡലി ഒറ്റ സമയത്ത് റെഡിയാക്കാവുന്ന ഒരു ബോക്സാണ്. 60 എണ്ണം വെച്ച് 6×3 = 18, 180 ഇഡ്ഡലി ഒറ്റ എടുക്കിട്ടു. അതൊരു ഈ സ്റ്റീമിലായതുകൊണ്ടുണ്ടല്ലോ 5 മിനിറ്റ് മതി ഈ 160 എണ്ണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ കുക്കിംഗ് വളരെ എളുപ്പമായി. പിന്നെ ഈ പറഞ്ഞ വട്ടയപ്പം മറ്റൊക്കെ ഇഡ്ഡലിക്ക് പകരം വട്ടയപ്പത്തിന്റെ സാധനം അതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബ്രദേഴ്സിന് 2-3 വെച്ച് 4 മണിക്ക് കാപ്പിക്ക് കൊടുക്കാം. കുക്കാണോ? ഞാൻ കുക്കുമാണ്. ഞാൻ ഈ റോമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞങ്ങൾ സമ്മറിൽ വെക്കേഷന് പോകും. ജർമ്മനിയിലുള്ള ഏതെങ്കിലും ഒരു പാരീഷിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ വികാരിയച്ഛന് ആ സമയത്ത് അവധിയെടുക്കാം, അച്ഛൻ എവിടെയെങ്കിലും പോകാം. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിട്ട്, എനിക്ക് ജർമ്മനും അറിയാവുന്നത് കൊണ്ട് കുർബാന ചെല്ലാനും അങ്ങനെയുള്ള കാര്യത്തിനൊന്നും പ്രശ്നമില്ല. അപ്പോൾ പലപ്പോഴും ഈ കുക്കിംഗ് ഒക്കെ നമ്മൾ തന്നെ നടത്തണം. പിന്നെ അവിടെയൊക്കെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എല്ലാ സാധനം വേണമെങ്കിലും ഉണ്ടാക്കാം. സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് ഗ്രില്ല് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് റെഡിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. ജർമ്മനിക്ക് പോയ കാര്യം പറഞ്ഞപ്പോൾ അവിടുത്തെ അന്ന് ഇപ്പൊ ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ നിന്ന് ജർമ്മനിക്ക് പോകുന്നുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ ഒത്തിരി പേര്. അന്നത്തെ ജർമ്മനിയും ഇന്നത്തെ ജർമ്മനിയും തമ്മിലുള്ള ഒരു വ്യത്യാസം വിശ്വാസത്തിന്റെ കാര്യത്തില്, ജീവിത രീതിയുടെ കാര്യത്തിലൊക്കെ. നമ്മുടെ പിള്ളേർക്ക് പോകുന്ന ഏതെങ്കിലും ജോലി തേടിയാണല്ലോ. വിശ്വാസം അവർക്കൊരു വലിയ പ്രശ്നമല്ല. പക്ഷേ എങ്കിലും അവിടുത്തെ അന്നത്തെ ഇന്നത്തെയും സാഹചര്യങ്ങൾ, അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ പോയിരുന്ന സമയത്തുണ്ടായിരുന്ന വിശ്വാസ തീഷ്ണതയും കാര്യങ്ങളും ഒക്കെ ഞാൻ പിന്നീട്
വർഗീപിതാവിൻ്റെ പ്രൊക്രിയേറ്റർ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് ജർമ്മനിക്ക് ഒരു 6 വർഷം ഞാൻ അവിടെ ഒരു പാരീഷിൽ പല പള്ളികളിൽ ഈസ്റ്ററായിട്ട്, ചാർജ് ആ. ഉണ്ടായിരുന്നല്ലോ. ആ കാലഘട്ടത്തിൽ ചെല്ലുമ്പോഴത്തേക്കും ഒത്തിരി വ്യത്യാസപ്പെട്ടിരുന്നു. കാരണം കുറെ കൂടെ എല്ലാം ഇങ്ങനെ ഒരു കുടുംബ ബന്ധങ്ങളുടെ ഇൻഡിഫറൻ്റ് തകർച്ച. ആയിട്ട് ആ, കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഒത്തിരി ഡിവോഴ്സും കാര്യങ്ങളും എല്ലാം, അതുപോലെ സെയിം സെക്സ് മാരേജ്, ഓ. ഇതെല്ലാം അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അന്തരീക്ഷം കണ്ടമാനം മാറിപ്പോയി ഇപ്പോൾ. ഉം. അപ്പം ഞാനന്ന് 2017 തിരിച്ച് ജർമ്മനിയിൽ നിന്ന് പോന്നല്ലോ. കഴിഞ്ഞിപ്പോൾ ചില ആളുകൾ വിളിക്കുമ്പോൾ എന്നോട് പറയും, അച്ഛനൊക്കെ അന്ന് പോയത് നന്നായി അച്ഛാ. ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ല, അത്രമാത്രം ഡീജനറേറ്റ് ചെയ്തു. പുറത്തേക്ക് മിക്കവാറും എന്താ പറയുക, ഒരാൾ മരിക്കുമ്പോൾ അത് ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വൈദികരെ അവർക്ക് ആ ഒരു റോള് മാത്രം എന്നുള്ള രീതിയിലേക്കൊക്കെ മാറിപ്പോകുന്ന മരിക്കുമ്പോൾ സാഹചര്യം. മിക്കവാറും ചുരുക്കം ചില ആളുകൾ ഈ നമ്മൾ കൊടുക്കുന്ന ഉപർഷമ കൊടുക്കാനായിട്ടൊക്കെ വിളിക്കും, വളരെ വളരെ ചുരുക്കമായിട്ട്. മിക്കവാറും ഒക്കെ മരണം കഴിഞ്ഞിട്ട് നമ്മളെ അറിയിക്കുകയുള്ളൂ. അത് തന്നെ ഈ ശവസംസ്കാരത്തിന്റെ സമയവും കാര്യങ്ങളും എല്ലാം അവർ തന്നെ ഫിക്സ് Confirm ചെയ്തിട്ട് ചെയ്യും. നമ്മളെ അറിയിക്കും. ഈ ഒത്തിരി ഫ്യൂണറൽ ഏജൻസികളുണ്ട്. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യും. അതുപോലെ ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ 8-9 പള്ളികളുണ്ടായിരുന്നതുകൊണ്ട്, അപ്പോൾ ഏത് സെമിത്തേരിയിലാണ് അടക്കുന്നതെന്നുള്ളത് അവർ ഇൻഫോം ചെയ്യും. അതനുസരിച്ച് നമ്മൾ ഇവിടുന്ന് പോയി ആ സമയത്ത് അവിടെ ചെന്ന് ആ ബോഡി അവിടെ എടുത്തു വെച്ച്, അവിടുത്തെ സെമിത്തേരിയിലെ കപ്പേളയുണ്ട്, അതിൽ വെച്ച് പ്രാർത്ഥനകളെല്ലാം ചൊല്ലി, സെമിത്തേരിയിലാണെങ്കിൽ എല്ലാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ആണ്, ഈ അതിൻ്റെ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ആ കമ്മ്യൂണിയുടെ ആൾക്കാരാണ് ഈ ബോഡിയൊക്കെ കൊണ്ടുപോകുന്നതെല്ലാം. അല്ലാതെ നമ്മളാരും ചുമക്കേണ്ട കാര്യമില്ല. സ്വന്തക്കാർ പോലെ അവരൊക്കെ ആ ഒരു ഡ്യൂട്ടി ചെയ്യുന്ന മോർണിംഗ് ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഒരു ദുഃഖാചരണത്തിൽ അങ്ങനെ അങ്ങ് പോയച്ചാൽ മതി. ബാക്കി ബോഡിയെല്ലാം ക്യാരി ചെയ്യുന്നതും ഈ കല്ലറ ശരിയാക്കുന്നതും എല്ലാം അവർ തന്നെയാണ്. അപ്പോൾ അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ജർമ്മനിയിലല്ലേ അവർ ഭംഗിയായിട്ടൊക്കെ ചെയ്തോളും. ഇപ്പം പിന്നെ അതിനകത്തും വന്നിരിക്കുന്ന ഒരു വ്യത്യാസം, കല്ലറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് മെയിൻ്റെനൻസ് നടത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം ചെയ്യുന്നത് മിക്കവാറും എല്ലാം ആഷാക്കും. ബോഡി ആഷാക്കിയിട്ട് ഒരു ചെറിയ ഭരണി പോലെ ഒരു ഇതിനകത്താക്കിയിട്ട്, ഒരു കുടത്തിനകത്താക്കിയിട്ട് അതിങ്ങനെ ഒരു മതിൽ പോലെ അങ്ങോട്ട് പണിയുക. അതിൻ്റെ 2 വശത്തും പോക്കറ്റ് ഈ ആഷ് വയ്ക്കാനായിട്ടുള്ള ആ ഭരണി വയ്ക്കാൻ പാകത്തിന്. അപ്പോൾ അതിനകത്തേക്ക് വെച്ചങ്ങ് പൂട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അതിനാകുമ്പോൾ പ്രത്യേകം പിന്നെ വലിയ അലങ്കാരമോ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒത്തിരി ഇപ്പോഴത്തെ സെമിത്തേരികളെല്ലാം അങ്ങനെ ആഷാക്കിയിട്ടാണ് ബോഡി നമ്മൾ അടക്കുന്നത്. പിന്നെ ഇപ്പം അതിനേക്കാൾ ഒരു ഡെവലപ്മെൻറ്റ് ഞാൻ ഈ പോരുന്ന കാലഘട്ടത്തായപ്പോഴത്തേക്കും വന്നത്, ഈ എന്നാണ് അതിന് പറയുന്നത്, ജർമ്മനിയിൽ പറയുന്ന വാൾഡ് ഫ്രീഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് സിമിറ്ററി. അപ്പോൾ ഒരു വനപ്രദേശമായിട്ട് കിടക്കുന്ന മരങ്ങളും കാട്ടുമരങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നിടത്ത് ഒരു ഏരിയ നമ്മളിങ്ങനെ ഒരു സിമിത്തേരി ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ട്, ചിലർക്ക് അത് ആ പ്രകൃതിയോടുള്ള ആ ഒരു താതാത്മ്യം പ്രാപിക്കാനൊക്കെയുള്ള ഒരു ചിന്താഗതിയിലൊക്കെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു മരം ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ആ മരം ഓപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒരു കല്ലറ ഉണ്ടാക്കി അവിടെ അടക്കുക. എന്നിട്ട് ആ മരത്തിൽ ഒരു ഷീൽഡ് എഴുതി വയ്ക്കും, ഊരും പേരും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് അങ്ങനെ പ്രകൃതിയിൽ അതിന് താല്പര്യമുള്ള ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് വന്ന് ഇച്ചിരി കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ചിലവും കുറവുണ്ടെന്ന് തോന്നുന്നു. ഈ മരത്തിൻ്റെ ചുവട്ടിലാകുമ്പോൾ വേറെ അധികം മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതങ്ങനെ ഒരു ഫാഷനായിട്ട് വരുന്നുണ്ട്. അത് മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തന്നെയുണ്ട്. ഞാനവിടെ അവിടെ തന്നെ ഈ പറയുന്ന ഞങ്ങളുടെ 9 പള്ളികളുടെ പരിധിയിൽ തന്നെ പല സ്ഥലങ്ങളുണ്ട് ഇതുപോലെ ഈ വാൾഡ് ഫ്രീഡ് ഓഫ്. അങ്ങനെയൊക്കെ ഒരു വലിയൊരു അനുഭവമായിരുന്നു ജർമ്മനിയിലെ. ഈ തിരിച്ചിവിടെ വന്നപ്പോൾ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് ഉണ്ടായിരുന്നു? ഇല്ല, കാറ്റഗിസം തെറ്റി. ഞാനിവിടെ വികാരി ജനറലായിരുന്നു. വികാരി ജനറലായിട്ട് ചാർജ് എടുത്തിട്ട് പ്രധാനമായിട്ടും നമ്മളുടെ വിദ്യാഭ്യാസ രംഗം എന്ന് പറഞ്ഞാൽ കോളേജുകൾ, അതിൽ പ്രധാനമായിട്ട് വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ നമ്മുടെ സ്കൂളുകൾ, മറ്റു കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഇടയ്ക്ക് ഈ +2 സ്കൂളുകളൊക്കെ മിക്കവാറും ഒക്കെ ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കോളേജുകൾ തൊടുപുഴ, മൂവാറ്റുപുഴ, ഇവിടെയെല്ലാം ഉള്ള കോളേജുകൾ, പിന്നെ നമ്മുടെ ട്രെയിനിങ് കോളേജ്, ആ ഒരു ഇഷ്ടംപോലെ വർക്കുണ്ട്. അവിടുത്തെ സ്റ്റാഫിനെയൊക്കെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ ചെയ്യുക, അവർക്ക് സെമിനാറുകൾ കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുക. അങ്ങനെ ഒരു കുറച്ചൊരു ഈ സാധാരണ എല്ലാവരുടെയും ജീവിതത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കുമ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വരൾച്ചയുടെ ഒരു കാലത്തെക്കുറിച്ച് പലരും സംസാരിക്കാറുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അല്ലെ, ആ. ഒരു പ്രതിസന്ധിയുടെയോ ഒരു ചലഞ്ചിന്റെയോ അല്ലെങ്കിൽ എന്താ നമുക്ക് ഒരു വരൾച്ച അനുഭവപ്പെടുന്ന, എനിക്കറിയില്ല പുരോഹിതന്മാർക്ക് അങ്ങനെ ഉണ്ടോ എന്ന്, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഉണ്ടാകാം. ഇതിപ്പോ ഇതേ ഉള്ളൂ. നമ്മള് എന്നാ പറയുന്ന ഒഴുക്കിനനുസരിച്ച് അങ്ങ് നീന്തുക എന്നുള്ളതേ ഉള്ളൂ. കോവിഡ് കാലത്ത് ആണ് ഈ സ്ഥാപനങ്ങളൊക്കെ വല്ലാത്ത പ്രശ്നം ഉണ്ടായല്ലോ. ക്ലാസ്സുകൾ എടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. അപ്പോൾ ഓൺലൈനായിട്ട് കുറച്ച് നാളൊക്കെ എടുത്തു. അപ്പോൾ അതൊരു ഫിനാൻഷ്യലായിട്ടും നമ്മളെ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഈ പറയുന്ന ഒരു ഹാർഡ്ഷിപ്പ് ഉണ്ടായ കാലഘട്ടം. പക്ഷെ അതിനെയൊക്കെ ദൈവാനുഗ്രഹത്താൽ അതിജീവിക്കാനായിട്ട് പറ്റി. ഇപ്പോൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്കൊക്കെ വന്നു. പിന്നെയുള്ള ഒരു സൈക്കോളജിക്കൽ ചേഞ്ച് അന്ന് വന്നത് ഈ കോവിഡ് കാലത്ത് ജോലി, എൻജിനീയേഴ്സാന്ന് പറഞ്ഞാലും എവിടെ എന്താ ജോലി ചെയ്യണേ. അതേ സമയത്ത് ചില വിഷയങ്ങൾ, കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ പഠിച്ചവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. അമേരിക്കയിലോ ജർമ്മനിയിലോ ഒക്കെ ജോലിയുള്ളവർക്ക് വരെ ഇവിടെ ഇരുന്ന് വീട്ടിലിരുന്ന് ജോലി ചെയ്ത് ഇത് എല്ലാം കമ്പ്യൂട്ടറിലൂടെ കിട്ടാൻ മതിയല്ലോ. അപ്പൊ അതിൻ്റെ ഒരു സൗകര്യം പിള്ളേർക്ക് മനസ്സിലായത് ആ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് എന്ന് വെച്ചാൽ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ട്രഡീഷണൽ കോഴ്സുകൾ, സിവിൽ എഞ്ചിനീയറിങ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, ഇതിനോടൊന്നും പിള്ളേർക്ക് താല്പര്യമില്ലാതെയായി. കാരണം ഇതൊക്കെ നമ്മൾ ഫീൽഡിൽ ഈ കരിയും പുകയടിച്ച് വെയിലത്ത് നിന്ന് റോഡ് നന്നാക്കാനും പിടിക്കാനും ഒക്കെ പോകണ്ടേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണെങ്കിൽ വളരെ സൗകര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തിരക്കുള്ളൂ. നമ്മുടെ ആ സമയത്ത് എഞ്ചിനീയറിംഗ് കോളേജൊക്കെ കൂടുതൽ യുവതികളൊക്കെ വരുന്ന ഒരു, അപ്പോൾ ഈ ഇപ്പം നമുക്കറിയാം ഈ ലഹരിയുടെ വലിയ തോതിലുള്ള ഉപയോഗവും കുറേ യുവജനങ്ങളൊക്കെ നശിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ ഈ കോളേജുകളിൽ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി നമ്മൾ നേരിട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള നല്ല ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നമ്മളുടെ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ നോക്കാറുണ്ടല്ലോ. ഒരു കാരണവശാലും അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന പ്രശ്നമില്ല. ഈ മൂവാറ്റുപുഴയുടെ വളർച്ചയിൽ നിർമ്മല കോളേജിന്റെ സംഭാവന എന്ന് പറയുന്നത് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഇവിടുത്തെ എല്ലാ പുരോഗതിയുടെയും പിന്നിൽ കോളേജിന്റെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുള്ളതും ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഇന്നത്തെ നിലയിൽ നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നിർമ്മല കോളേജിന്റെ സാന്നിധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ ഈ ഏരിയ, ഈ പ്രീസ്റ്റോമൊക്കെ ഇരിക്കുന്ന ഏരിയയിലാണ് നിർമ്മല കോളേജ് സ്ഥാപിക്കാനായിട്ട് ആദ്യം ഉദ്ദേശിച്ചത്. എറണാകുളം ആർച്ച് ഡയസിന്റെ സ്ഥലമാണ്. പക്ഷെ അന്ന് ഇങ്ങോട്ട് റോഡും സൗകര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കോളേജ് ഒന്നിലേക്ക് കോളേജ് സ്ഥാപിക്കുകയും അങ്ങനെ കിടന്നിരുന്ന സ്ഥലത്താണ് ആദ്യത്തെ നമ്മുടെ പ്രീസ്റ്റോം ഉണ്ടാക്കി. പിന്നെ ഇവിടെ ഇടവപ്പള്ളി വന്നു. ഇടവപ്പള്ളി വരുന്നതിന് മുമ്പ് തന്നെ ആ ഡെഫ് ആൻഡ് ഡമ്മിന് വേണ്ടിയിട്ടുള്ള സ്കൂള്, അതെല്ലാം ഈ രൂപതയുടെ സ്ഥലങ്ങൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്ത് ആ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ വന്നതാണ്. ഇപ്പം ഇവിടെ ഇങ്ങനെ നല്ലൊരു അന്തരീക്ഷമായി. അച്ഛൻ്റെ ഇത്രയും നാളത്തെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ ഒത്തിരി ദൈവം നയിച്ച ഒത്തിരി സന്ദർഭങ്ങൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ദൈവം മുന്നിട്ട് നിന്ന് എന്നെ നയിച്ചു എന്ന് തോന്നിയ ഒരു ഗോഡ് എക്സ്പീരിയൻസ്? ഇതിപ്പോൾ ഞാനിപ്പോൾ അച്ഛനായിട്ട് 55 വർഷമായി. 55 വർഷമായി. ഈ 55 വർഷത്തിനുള്ളിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. എല്ലായിടത്തും തമ്പുരാൻ എന്നെ കൈപിടിച്ച് നടത്തുകയായിരുന്നു. കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന പോലത്തെ. അതെ അതെ. അതുകൊണ്ട് എനിക്ക് തമ്പുരാനിൽ നിന്ന് വിട്ടൊരു ചിന്തയേ ഇല്ല. വാസ്തവത്തിൽ വിജയമോ പരാജയമോ ഒന്നും നമുക്ക് പ്രശ്നമല്ല. അത് തമ്പുരാൻ തന്നെ ഇളന്നുവിട്ടെ. അതുകൊണ്ട് എനിക്കേതായാലും ജീവിതത്തിൽ ഒരു സംതൃപ്തി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നന്ദി ദൈവത്തോട്. അപ്പം കുഞ്ഞുനാൾ മുതൽ ഇതുവരെയും അച്ഛൻ്റെ ജീവിതത്തിൽ അതെല്ലാം ദൈവകൃപയാലാണ്. എനിക്ക് കിട്ടിയതും ഞാൻ കൊടുത്തതും അത് ദൈവകൃപ മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും തെളിവുകളായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്ന അച്ഛനെ കേൾക്കാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചത് വലിയൊരു ഭാഗ്യമാണ്. അച്ഛൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലും എല്ലാ നന്മകളും ഏറ്റവും സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് താങ്ക് യു. ഈ സമയങ്ങളിൽ നമ്മൾ കണ്ടതും കേട്ടതും ചെറിയാച്ചൻ്റെ ആഴമേറിയ ബൈബിൾ പാണ്ഡിത്യവും വിവിധ സ്ഥലങ്ങളിൽ അച്ഛൻ ചെയ്ത സേവനങ്ങൾ വഴി ആർജിച്ചെടുത്ത അനുഭവ സമ്പത്തുമാണ്. ഇന്നത്തെ കാലഘട്ടവും ഇതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടങ്ങളിലുമുള്ള നാട്ടിലെയും റോമിലെയും വിദേശത്തെയും സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ബൈബിളിലെ വ്യാഖ്യാനത്തിൻ്റെ കാര്യങ്ങൾ ഒക്കെ അച്ഛൻ ഈ സമയങ്ങളിൽ സംസാരിച്ചു. ഇത് വലിയൊരു അനുഭവമാണ്, അറിവാണ്. അത് സ്വീകരിച്ച് നമുക്കും അച്ഛനിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാനായിട്ട് സാധിച്ചു.
അച്ഛൻ്റെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകട്ടെ. ഈ പ്രായത്തിലും അച്ഛൻ സ്വന്തമായി വാഹനം ഓടിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും പോകുകയും കാര്യമായ രോഗങ്ങളോ അസ്വസ്ഥതകളോ ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുകയും ചെയ്യുന്നു.